അച്ഛാ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? തൽക്കാലത്തേക്ക് ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അവനും ഭാര്യയും വിദേശത്ത്. ഒരു 2 മാസത്തിനകം വരും. അപ്പം മാറിക്കൊടുത്താൽ മതി. അളിയന്റെ ബാഗ് എന്ത്? അവന്മാര് കൊണ്ടാളാ. രുക്മിണി ചേച്ചി ഇറങ്ങിയിരിക്കുന്നതാ. ഇറങ്ങാൻ 1 മിനിറ്റ് താമസിച്ച അവന്മാര് കയറി നമ്മളെ മേയും. ലക്ഷണം കണ്ടിട്ട് ഇവരും രുക്മിണിയും തമ്മിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ ആ സമയത്ത് ചാടി വീണ് ആ അച്ഛന്റെ മകന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം. അത് ഞാനായിട്ട്. ഇല്ലെങ്കിൽ അംബിക മാഡം കാശ് തരില്ല. അയ്യോ അവളിതാ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. നമുക്ക് വേഗം ഇറങ്ങിയേക്കാം. അയ്യോ എല്ലാരും അങ്ങ് പോകാൻ തുടങ്ങിയോ? ആ വണ്ടി ഒന്ന് ഇങ്ങോട്ട് വന്നാ മതി രുക്മിണി. അയ്യോ ചതിക്കല്ലേ. അതെ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് കരുതി ദയവേത് നിങ്ങൾ പോവരുത്. രുക്മിണി, വാടക അഡ്വാൻസ് ആയതുകൊണ്ട് ഈ മാസത്തെ വാടക കൂടി ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ആ കറണ്ട് ചാർജിന്റെ തുക കൂടി കുറച്ച് പിടിച്ചിട്ട് അഡ്വാൻസ് തുക ബാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ വേണോട്ടാ. വേണോട്ടിന്റെ കാല് വേണമെങ്കിലും പിടിക്കാം. ദയവേത് പോവരുത്. ആ രാജു, നീ പോകരുത്. എനിക്കാ തെറ്റുപറ്റിയത്. അതെ, എഗ്രിമെന്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. ഇതെന്ത് മറിമായം? ആ, നിങ്ങൾ ഈ സാധനങ്ങൾ എടുത്ത് അകത്ത് വെച്ചേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കോ.